ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ എന്നെ കുറിച്ചൊരു ഇൻട്രോയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞൊരു എന്നെ കുറിച്ചൊരു ഇൻട്രോ പറയാമെന്ന്. വലുതായിട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഞങ്ങളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എന്തുവാണ് ഞാൻ എന്തുകൊണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എന്നെ കുറിച്ച് അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എൻ്റെ പേര് വന്നിട്ട് ഹലീമ നർഷാദ് എന്നാണ്. എൻ്റെ സ്ഥലം വന്നിട്ട് വർക്കല, ട്രിവാൻഡ്രം വർക്കലയാണ് എൻ്റെ സ്ഥലം. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ഷിജു സുലൈമാൻ. ഞങ്ങൾക്ക് 2 വയസ്സുള്ള ഒരു മോളുണ്ട്, യാസിയ സെറിൻ. ഞങ്ങൾ യാസുബി എന്ന് വിളിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ ബ്രദറിന്റെ വൈഫ്, ബ്രദറും വൈഫും പുറത്താണ്. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഹസ്ബൻഡിന്റെ പാരന്റ്സും ഹസ്ബൻഡിന്റെ 2 ചേട്ടന്മാരാണ്. ഫോൺ ഇടയ്ക്കുന്ന് കട്ടായി പോയി ഗൈസ്. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു MCOM ഗ്രാജുവേറ്റ് ആണ്. ഞാൻ പഠിച്ചത്, എൻ്റെ PG ചെയ്തത് ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങിലാണ്. എൻ്റെ ഡിഗ്രി ചെയ്തത് CHMM-ലാണ്. ഇത് മറ്റേ നമ്മളെ ഇന്റർവ്യൂവിന് നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയൂലേ, അതുപോലെ ആയിപ്പോയ പോലെ എനിക്ക് ഫീൽ ആവുന്നു. ഓക്കെ, എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, പോട്ടെ. അപ്പം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പം എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു 2019 ഡിസംബറിലായിരുന്നു. 2020 ഫെബ്രുവരി ആയപ്പോഴത്തേന് ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാർച്ചിൽ ലോക്ക്ഡൗൺ ആയി, അങ്ങനായി ഇങ്ങനായി മൊത്തം ചകബൊകയായിരുന്നു. ആ ഒരു സമയത്ത് എപ്പോഴോ ആണ് ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് ബാൻ ആയതിനു ശേഷം. അതിന് മുന്നേ ഞാൻ എൻ്റെ ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തത് ടിക്ടോക്ക്, പിന്നെ ജോലി ഉണ്ടായിരുന്നു, അതിൻ്റെ തിരക്ക്, അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു. ബാക്കിയുള്ള സമയം ഫുൾ ടൈം ടിക്ടോക്കിലായിരുന്നു. ടിക്ടോക്കിൽ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്, അല്ലാതെ ഞാൻ പബ്ലിക് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ടിക്ടോക്ക് ബാൻ ആയി, പിന്നെ യൂട്യൂബായി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എന്തോ പെട്ടെന്ന് തോന്നി അങ്ങ് യൂട്യൂബ് ക്രിയേറ്റ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു കൂടിപ്പോയാൽ മാക്സിമം 10 വീഡിയോസോ മറ്റോ ആ ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല, പിന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണും. അങ്ങനെ പോയി, പിന്നെ ജോലിയൊക്കെ ആയി, അതിന്റെ തിരക്കായി, പിന്നെ എൻ്റെ ഇക്കാക്കൊന്നും വലിയ താല്പര്യമില്ലാതെ ഞാൻ അങ്ങനെ അങ്ങ് യൂട്യൂബ് അങ്ങ് മാറ്റി വെച്ചതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും, റീലാവട്ടെ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ ജോലിയായി, തിരക്കായി, അങ്ങനെയുള്ള കാര്യമൊക്കെ ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി ആയി, പ്രഗ്നന്റ് ആയപ്പോഴത്തേക്കും പ്രഗ്നന്റ് ആയി ഡെലിവറി ടൈം ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്ത് എൻ്റെ പ്രഗ്നൻസി, എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന സമയത്ത് നമുക്ക് ഈ പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് ആ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പോസ്റ്റ്പാർട്ടം, ഈ ഡെലിവറി കഴിഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ട്, അത് നമുക്ക് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തില്ല. ഇന്നതാണ് എൻ്റെ സിറ്റുവേഷൻ, ഇന്നതാണ് എൻ്റെ അവസ്ഥ. ചിലപ്പോൾ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ എൻവയോൺമെന്റ്, അവരുടെ എല്ലാ കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പം എത്ര എൻവയോൺമെന്റ് അടിപൊളിയാണെന്ന് പറഞ്ഞാലും ചില മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മതി ഒരാൾക്ക് അങ്ങ് ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആവാനായിട്ട്. അപ്പം എൻ്റെ ഒരു ടൈമിൽ എന്തായാലും ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി വീഡിയോ ആയിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്കിങ്ങ് കിള്ളി പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനായിട്ട് എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു സാധനമാണ് ഈ വീഡിയോസ്. വീണ്ടും യൂട്യൂബിൽ വീഡിയോസ് ഇടാം, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ടൈമും അങ്ങ് പോവും, ഞാനിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യത്തില്ല, എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ആവും. അങ്ങനെ ഞാനായിട്ട് എനിക്കൊരു സമാധാനത്തിന് വേണ്ടി കണ്ടുപിടിച്ചൊരു വഴിയാണ് സത്യം പറഞ്ഞ യൂട്യൂബ് റീൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കും ഇപ്പം ഇത്രയും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമല്ല. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡെലിവറി കഴിഞ്ഞൊരു സമയം നമുക്കൊരാൾക്കും പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. അത് എല്ലാവർക്കും, ഒന്നാമത്തെ കാര്യം അത് എല്ലാവർക്കും ഡിഫറെന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഒരാൾ പറഞ്ഞെന്നും വെച്ച് ആ ഒരു ടൈം ആർക്കും മനസ്സിലാവത്തില്ല. അത് ആ ഒരു സിറ്റുവേഷൻ കടന്നു പോയവർക്ക് മാത്രമേ ആ ഒരു ടൈം എത്രത്തോളം അങ്ങനെ ആണെന്ന് മനസ്സിലാവത്തുള്ളൂ. ചിലപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും. നമുക്ക് പുറമേ നിന്ന് കാണുന്ന, അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് തന്നെ എല്ലാം കൊണ്ട് നമുക്ക് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ചില മൈന്യൂട്ട് നിസ്സാര കാര്യമായിരിക്കും. എൻ്റെ ആ ടൈം കഴിഞ്ഞ് ഇപ്പൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ എൻ്റെ ഉമ്മായിട്ട് അടിയായിരുന്നു. ഞാൻ ചുമ്മാ നിസ്സാര കാര്യത്തിന് വരെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്കെന്ത് പ്രാന്തായിരുന്നു എന്ന് ഞാൻ ഇപ്പൊ ചിന്തിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത്, പഠിച്ചൊരു യൂട്യൂബ് ഉണ്ടല്ലോ, ഇതാകുമ്പോൾ എൻ്റെ ഒരുപാട് സമയം സ്പെൻഡ് അങ്ങ് പോവും, പിന്നെ ഓവർ തിങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കുറെ കുറയും. അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്നത്തെക്കാലത്തിൽ കൂടുതൽ എനിക്കൊരു ഇഷ്ടം കൂടി. കാരണം എനിക്കിപ്പോൾ ജോബില്ല, റിസൈൻ ചെയ്തിരിക്കുവാണ്. അപ്പൊ എനിക്ക് ആവശ്യം പോലെ സമയം. അപ്പം പറയും മോളെ മോളെ നോക്കുന്നതാണെങ്കിൽ കൂടി, മോള് ഹസ്ബൻഡ് ഫാമിലിയൊക്കെ ആണെങ്കിൽ കൂടി എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാനൊരു സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുക, അല്ലെങ്കിൽ റീൽസ് എടുക്കുക എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അല്ല, ഞാനൊരു ടൈം വരാം, ഒരു 10, 23, 24 വയസ്സ് വരെയും ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ആക്കിയത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് പറയും, നാട്ടുകാരത് പറയും, നാട്ടുകാരിത് പറയും, മേ ബി ഞാനത് കേട്ട് വളർന്നതുകൊണ്ടായിരിക്കും എൻ്റെ മൈൻഡിൽ അത് രജിസ്റ്റേർഡ് ആയ ഒരു കാര്യമായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം റിയലൈസ് ചെയ്യാൻ കുറേ ടൈം എടുത്തു.
ഇപ്പൊ ഞാൻ ചെയ്യുന്ന അതെന്റെ ഹസ്ബൻഡ് വേണ്ടി വന്നെന്ന് വേണമെന്നെങ്കിൽ പറയാം. പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നീ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടാകുന്നില്ല, അതുകൊണ്ട് വേറൊരാൾക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിനക്കത് സന്തോഷം തരുന്നതാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? അപ്പൊ ഞാൻ ചിന്തിച്ച് കറക്റ്റ് ആണ്. എനിക്കിപ്പോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഒരാളെ വിഷമിപ്പിക്കണമെന്ന് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു വീഡിയോസോ ഒരു കാര്യങ്ങളോ ഇല്ല. അത് എനിക്ക് സന്തോഷം തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ അത് എന്താ പ്രശ്നം? എനിക്കറിയില്ല. അത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇത് പ്രശ്നമായിരിക്കാം. എനിക്കിപ്പോഴും ചിന്തിക്കുമ്പോൾ എനിക്കും അതറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഞാനായിട്ട് ചിന്തിച്ച് ഞാനായിട്ട് മനസ്സിലാക്കിയെടുത്ത് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. എനിക്കിഷ്ടമാണ് വീഡിയോസ് എടുക്കാനാവട്ടെ, അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്കിപ്പം കുറച്ച് സമയത്തിരക്ക് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് മെയിൻ മടി, അതൊക്കെ കാരണം ഞാൻ വീഡിയോസ് ചെയ്യാൻ കുറച്ച് പിറകിലോട്ടാണെന്നേ ഉള്ളൂ. അല്ലാണ്ട് വെച്ച് നോക്കി എനിക്ക് വീഡിയോസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇപ്പം മേ ബി അതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ ഇപ്പുറത്തെ കുറ്റം പറയാൻ 100 പേര് കാണും. സത്യമാണ്, 100 പേര് കാണും. പക്ഷെ ഇപ്പുറത്ത് ഒരാളെങ്കിലും മതി നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഹസ്ബൻഡ്, പുള്ളിക്ക് ഞാനൊരു വീഡിയോ ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ യൂട്യൂബോ റീൽസ് എടുക്കുന്നത് പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ്. മേ ബി ഇപ്പൊ പുള്ളി അതിനോട് എതിരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഇപ്പൊ ചെയ്യത്തില്ല. ഉറപ്പാണ്, അതിലൊരു ഡൗട്ടും വേണ്ട. പക്ഷേ പുള്ളിക്ക് അത് കുഴപ്പമില്ല. പുള്ളി പറയുന്നതിന് നിനക്ക് കുഴപ്പമില്ല, നീ ചെയ്യുന്നതിലോട്ട് ഒരു തെറ്റി പുള്ളിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഒരു റീസൺ ഞാൻ ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അൽഹംദുലില്ലാഹ് എന്റെ ഹസ്ബൻഡ് കാരണം തന്നെയാണ്. എന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ചിലപ്പോൾ 100 കുറ്റം കാണും, 100 പറയാൻ അവർക്ക് കാണും. പക്ഷെ ഈ പറയുന്ന എല്ലാവരും ആരും ആയിക്കോട്ടെ, എല്ലാവരും സ്വയം ഇരുന്ന് ചിന്തിക്കുക, നമുക്ക് അവരെ ഒരു കുറ്റം പറയാൻ ആ ഒരു യോഗ്യത ഉണ്ടോന്ന്. മേ ബി എല്ലാവർക്കും യോഗ്യത ഉള്ളവരും അക്കൂട്ടത്തിൽ കാണും. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പറയുമ്പം എൻ്റെ ഒരു കോളേജ് ടൈം അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കൂൾ ടൈം, അതൊക്കെ ഒരു 1 ഡേ ട്രിപ്പ് പോലും ഞാൻ പോയിട്ടില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സിനോട് ഒരുപാട് അടിച്ചു പൊളിക്കാനുള്ളൊരു അവസരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത്. എനിക്ക് അന്ന് എൻ്റെ ഫ്രണ്ട്സിന് ഇന്ന്, കാരണം ഇപ്പൊ എനിക്ക് തിരിച്ചു പോയി അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെതായ 100 കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കിപ്പം അത് പോയി എനിക്ക് തിരിച്ച് ചെയ്യാനുള്ള ഒരു അവസരവും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്, എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിൽ ബിസിയാണ്. അപ്പൊ നമ്മൾ ഫ്രീ ആകുമ്പോൾ അവർ ഫ്രീ ആവണമെന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നാളൊരു കാലത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നാതിരിക്കാൻ വേണ്ടി മാത്രമല്ല എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് ഇതിലൂടെ. അത് കളയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത്. മേ ബി എന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് കാണും. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നുള്ളൂ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാൻ വെറും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു നിസ്സാര കാര്യമെങ്കിലും കണ്ടുപിടിക്കും. പക്ഷെ നമ്മൾക്ക് അത്ര പോലും ഒരു 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 സ്ഥാനം തരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ തള്ളിക്കളയാൻ ഒരു കാര്യവും വേണ്ട. അത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചു പേരാണെങ്കിൽ കുറച്ചുപേര് ഉണ്ടല്ലോ എന്ന് ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ ആരും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണമെന്നോ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടമാണെങ്കിൽ ഓക്കെ, സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈഫിൽ കുറെ ഡിഗ്രി സമയത്തൊക്കെ ഫ്രണ്ട്സുമായിട്ടുള്ള കുറെ ടൈമൊക്കെ ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെന്ന്. മീൻസ് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല അന്ന്. ഡേ ട്രിപ്പ്. എൻ്റെ ഉമ്മ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പം അവർക്ക് ഈ 1 ഡേ ട്രിപ്പ് അങ്ങനെയൊന്നും എനിക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷെ എന്റെ ഉമ്മ എൻ്റെ വാപ്പ എന്നെ അന്ന് അങ്ങനെ, വാപ്പ അല്ല എൻ്റെ ഉമ്മ എന്നെ അങ്ങനെ വിടാത്തതിൽ എനിക്ക് ഇന്നും പരാതിയും കാര്യം. പക്ഷെ എപ്പോഴും ഞാൻ ഉമ്മ ഇത് പറഞ്ഞ് കുത്താറുണ്ട്, അത് വേറെ കാര്യം. ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഉമ്മയുടെ രീതിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണ്. ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും. ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്നല്ല, എൻ്റെ ഉമ്മ എനിക്കത് മനസ്സിലാവും എൻ്റെ ഉമ്മ ചിന്തിച്ചത് എന്താണെന്ന്. അതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. പക്ഷെ അല്ലാത്ത എൻ്റെ ലൈഫിൽ ഏതോ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആവട്ടെ, എന്തോ ഒരു കാര്യമാവട്ടെ, എൻ്റെ ആവട്ടെ എൻ്റെ ബ്രദറിന്റെ ആവട്ടെ, ഇപ്പം ഞാൻ എൻ്റെ ബ്രദറിന്റെ കാര്യം പറയുന്നില്ല, എൻ്റെ കാര്യം പറയാം. ഏതൊരു കാര്യമാവട്ടെ, എൻ്റെ ബ്രദർ ആവട്ടെ, എൻ്റെ പാരൻസ് ആവട്ടെ, എൻ്റെ ഡിസിഷന് എൻ്റെ വാല്യൂ നൽകിയിട്ടൊരു ആളാണ്. ഇപ്പൊ എനിക്ക് ഫ്രണ്ട്സിനോട് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു കോഴ്സ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഞാനന്ന് കൊമേഴ്സ് ചൂസ് ചെയ്തപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. ഉമ്മാക്ക് ഞാൻ സയൻസ് എടുക്കണമെന്നായിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മായോ എൻ്റെ വാപ്പായോ എൻ്റെ ഇക്കായോ നീ അത് എടുക്കണ്ട, നീ സയൻസ് എടുക്കുന്നതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. വാപ്പ ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. എല്ലാത്തിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു അഭിപ്രായം, ഞങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട്. അതിപ്പം ഞങ്ങളുടെ പഠിത്തത്തിന്റെ കാര്യത്തിലാവട്ടെ, ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഏത് ഫീൽഡ്, കൊമേഴ്സ് വേണോ സയൻസ് വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീൽഡ് വേണോ എന്ന് ചൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ടൈമിലാവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാരേജ്, ആ ഒരു സമയത്തൊക്കെ ആവട്ടെ, ഏതൊരു സമയത്താണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ലൈഫിലെ ഒരു ഡിസിഷനിൽ അവർ അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിനെക്കാട്ടിൽ പ്രാധാന്യം ഞങ്ങൾ രണ്ടുപേരുടെയൊക്കെ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഐ മീൻ എനിക്കും എൻ്റെ ബ്രദറിനും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ 1 ഡേ ട്രിപ്പ് ഒന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട്
ഓക്കെ ഞാനത് മിസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അടിപൊളിയായിരുന്നു. വീഡിയോസ് എടുക്കുന്നതിന്റെ പിറകില് ഞാൻ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് ഒരു ബുദ്ധിമുട്ടെന്നില്ല. ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, അത് വേറൊരു കാര്യം. ഒരുപാട് എഫേർട്ട് ഉണ്ട്, നമ്മളിപ്പം ഒരുപാട് ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിപ്പോ സൈഡിൽ നിന്ന് ഒരാൾക്ക് കുറ്റം പറയാൻ എളുപ്പമാണ്, പക്ഷെ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷവും അതിൽ എനിക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്റെ കുറെ കാര്യങ്ങളിൽ ഞാൻ ഇതിൽ ബിസി ആക്കി ഇടുന്നുണ്ട്. അതിപ്പോ എനിക്ക് ആരുടെയും അത് വേറെ ആൾക്കൊരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെയാണ് ഇപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്യണം, കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്ന സമയങ്ങളെടുത്ത് ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്നെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ എന്തുവാ, ഞാൻ മെയിൻലി ഇപ്പോൾ ഓൺ ബൈ ഓൺ ആയിട്ട് എൻ്റെ പ്രഗ്നൻസി ജേർണി, ഞാൻ എങ്ങനെയാണ് ഫീഡിങ് നിർത്തിയത്, പിന്നെ എന്തുവാണ് ഞങ്ങളുടെ ബാംഗ്ലൂർ ലൈഫ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്തുവാണ് എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും Q&A അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, അവനവനിക്ക് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും കൊടുക്കുക. അത് രണ്ടും മീൻസ് നമ്മളെ സ്നേഹിക്കുക. സെൽഫ് റെസ്പെക്ട് സെൽഫ് ലവ് എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമൊന്നുമല്ല, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ലൈഫിൽ വേണം. അതെനിക്ക് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരാളുടെ ലൈഫിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്യൂബ് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് യൂട്യൂബിലെ വീഡിയോസ് ഇടുന്നതാവണം എനിക്കിഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ വീഡിയോസും ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും ഒരു Q&A ഞാൻ ചെയ്യണോ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അറിയത്തില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കോ ഇല്ലയോ എന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡൗട്ട് അടിച്ച് ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളെ കമന്റുകൾ പറയാ, നിങ്ങളുടെ സജഷൻസ് പറയാ. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും വീഡിയോസ് ഞാൻ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യും. സോ അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.